പ്രിയപ്പെട്ടവരെ, ഷാമിൽ മോനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കീശേരി ജനകീയ കാളപൂട്ട് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ആളുകൾ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവിടുത്തെ നാളെ കീശേരിയുടെ സുപ്രഭാതം ഉണരുന്നത് പ്രിയപ്പെട്ടവരെ ബിരിയാണി പൊതികളുമായിട്ടാണ്. ഷാമിൽ മോൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ സങ്കടം നാട് എല്ലാവരും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സ് നിറഞ്ഞ് വയറ് നിറച്ചുകൊണ്ട് 10,000-ന് മുകളിലേക്കുള്ള ബിരിയാണി പൊതികളാണ് ജനകീയ കാളപൂട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ വരുന്നത്. ഇവർക്ക് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു. ഉത്തരവാദിത്തമുള്ള സംഘടന എന്നുള്ള നിലയ്ക്ക് കാളപൂട്ട് പ്രേമികളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും തലയെടുപ്പുള്ള ആളുകളും നാടിനോട് സ്നേഹമുള്ളവരുമാണ്. ഈ വലിയ മെഗാ ബിരിയാണി ചലഞ്ചുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞങ്ങളും ഷാമിൽ മോന് വേണ്ടി ഞങ്ങളും കരുതലായുണ്ട്, ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഒറ്റക്കല്ല എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ ദമ്മ് പൊട്ടിക്കുമ്പോ അടുക്കളയിൽ പ്രിയപ്പെട്ട 100 കണക്കിന് ആളുകൾ സമയം മാറ്റിവെക്കുന്നത്, ആരോഗ്യം മാറ്റിവെക്കുന്നത് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ. നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് 100 കണക്കിന് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ആളുകൾ, കാറ്ററിംഗ് ഇബ്രാഹിമിന്റെ പ്രിയപ്പെട്ട ഷാഫിക്ക, ഇതിന് ഓഡിറ്റോറിയം സൗജന്യമായി നൽകിയ പ്രിയപ്പെട്ട കുടുംബം, അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനം മനുഷ്യനായി പിറന്ന ഒരു പ്രിയപ്പെട്ട ആളുകൾ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ചേർത്ത് പിടിക്കാൻ ഏതറ്റം വരെ പോകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണ് നാളെ കീശേരിയിൽ നടക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. അത്രമാത്രം അധ്വാനം കഴിഞ്ഞ 10 ദിവസമായില്ലേ, 10 ദിവസത്തെ അധ്വാനമാണ്. കലവറയില്ലാത്ത പിന്തുണയുമായി ഈ പ്രിയപ്പെട്ട ആളുകൾ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നപ്പോ ആ പ്രിയപ്പെട്ട ആളുകൾ ഊണും ഉറക്കവും ഇല്ലാതെ ഈ സമയം വരെ നാളെ അതിന്റെ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ആളുകളും വരണം. 3 മണിക്ക് നമ്മൾ പാക്കിംഗ് തുടങ്ങും. ഇവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ എല്ലാവരും വന്നാൽ നാടിന് മാതൃകയായി, നാടിന് പ്രയാസം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ, വേദന വരുമ്പോ ഞങ്ങളും കൂടെയുണ്ട് എന്ന് തലയെടുപ്പോടുകൂടി കീശേരിയിലെ കാളപൂട്ട് കമ്മിറ്റി ഉറക്കെ പ്രഖ്യാപിക്കുമ്പോ അത് വലിയ മനുഷ്യത്വമാണ്, ചേർത്തുപിടിക്കലാണ്, സഹജീവി സ്നേഹമാണ്. ഒറ്റക്കല്ല ഷാമിൽ മോനെ, ഞങ്ങളും കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ, ഇങ്ങനെ ചേർത്ത് നിർത്താൻ, ഇങ്ങനെ കരുതലുമായി നിൽക്കാൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എല്ലാ തരത്തിലുള്ള നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. നമ്മുടെ ഈ വലിയ സദസ്സിൽ ഇന്ത്യയുടെ അഭിമാനമായ അനസ് കേടത്തുടിക അവർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. നമ്മളെല്ലാവരും ഇവിടെ കൂടിയത് ഈ ഷാമിൽ മോന്റെ സഹായ ഫണ്ടിലേക്ക്. ഇവിടെ ഈ കീശേരിയുടെ വ്യക്തികൾ കാളപ്പൂട്ട് ജനകീയ കാളപ്പൂട്ട് കമ്മിറ്റി ജീവകാർ പ്രവർത്തനവുമായിട്ട് ആണ് ഇവിടെ ഒരുങ്ങിയത്. അതൊരു ബിരിയാണി ചലഞ്ചിലൂടെ 10,000 കണക്കിന് പാക്കറ്റിൽ ബിരിയാണി ചലഞ്ചിലൂടെയാണ്. എനിക്കിതിൻ്റെ സത്യം വരാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത വ്യക്തിയാണ്. പക്ഷേ ഈ ജീവകാരുണ്യ പ്രവർത്തനവും അതുപോലെ തന്നെ നമ്മുടെ ഈ വ്യക്തികളെല്ലാവരും, ഈ നാട് മുഴുവൻ, മലപ്പുറം ജില്ല, കേരളത്തിലെ എല്ലാ വ്യക്തികളും കൂടിയിട്ട് സംഘടിച്ച് ഈ ഷാമിൽ മോൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് ആകുമ്പോൾ ഞാനും കൂടെ അതിൽ പങ്കാളിത്തം വരുത്തണം. അതിൽ എനിക്ക് കീശേരി കാളപൂട്ട് ടീമിൻ്റെ കൂടെയാണ് എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയത്. നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണവും പ്രാർത്ഥനകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഈ ഷാമിൽ മോൻ്റെ ആവശ്യങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും പൂർണ്ണ വിജയത്തോടെ ഈ ചികിത്സക്കുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ ഈ ബിരിയാണി ചലഞ്ചിലൂടെ നമുക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിത്രത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കാളപൂട്ട് കമ്മിറ്റിയുടെ ഈ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട അമരക്കാരൻ, പ്രിയപ്പെട്ടവരെ നമ്മളോട് സംസാരിക്കും. ഞങ്ങള് കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇതിന്റെ പിന്നിൽ തന്നെയാണ് ഈ കൂടിയ ഓരോരുത്തരുള്ളത്. ഇന്ന് ഇവിടെ ബിരിയാണി വെക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി തുടങ്ങി. ബഹുമാനപ്പെട്ട നമ്മളെ നിബ്രാസ് ഗ്രൂപ്പിൻ്റെ ജോലിക്കാരാണ്, കിച്ചണിലെ പണിക്കാർ. അവർക്ക് നമ്മൾ നന്ദി അറിയിക്കുന്നുണ്ട്. അതേപോലെ ഈ ഓഡിറ്റോറിയം നമുക്ക് തന്ന ബഹുമാനപ്പെട്ട റസാഖ് ഹാജി, അദ്ദേഹത്തിന് ഞങ്ങൾ കമ്മിറ്റിയുടെ കീശേരി ജനകീയ കാളപൂട്ട് കമ്മിറ്റിയുടെ കീഴിലും ഈ സംഘടനയുടെ കീഴിലും ജനങ്ങൾക്ക് നമ്മൾ നന്ദി അറിയിക്കുന്നുണ്ട്. അതുപോലെ ഇനി പുലർച്ചെ 3 മണിക്ക് ഇവിടെ വെച്ചിട്ട് ഈ ബിരിയാണി പാക്കിംഗ് നടക്കുന്നുണ്ട്. 3 മണിക്ക്, പുലർച്ചെ 3 മണിക്ക് തുടങ്ങും. അതിലേക്ക് കഴിയുന്ന എല്ലാവരും ഒന്ന് ഞങ്ങൾക്ക് സഹകരിച്ചു തരണം, സഹായിച്ചു തരണം. അതിനു വേണ്ടി ഈ സാധനം 12 മണിക്ക് മുമ്പായിട്ട് എല്ലാ വീടുകളിലും എത്തിക്കണം. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ സെയിൽസ് തുടങ്ങും. അതിനു വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.